السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. صلى الله على نبينا محمد وآله وصحبه أجمعين. ഏറെ ബഹുമാന്യരായ മിസ്ബാഹ് ഖുർആൻ വിജ്ഞാന പരീക്ഷ പഠിതാക്കളെ, കഴിഞ്ഞ 3 ക്ലസ്റ്ററുകളിലൂടെയായി 26 ആയത്തുകളാണ് 6-ാം അധ്യായം സൂറ അൽ അൻആമിൽ നിന്ന് നമ്മൾ പഠിച്ചത്. 27 മുതലുള്ള വചനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو ترى إذ وقفوا على النار فقالوا يا ليتنا نرد ولا نكذب بآيات ربنا ونكون من المؤمنين. ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമാണ് പടച്ചവൻ നൽകുന്നത്. വലൗ തറാ ഇദ് വുഖിഫു അലന്നാർ, ഏത് അവിശ്വാസികളായിട്ടുള്ള ആളുകളും നരകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തപ്പെടുമ്പോൾ, വലൗ തറാ, നീ കണ്ടിരുന്നെങ്കിൽ, ഇദ് വുഖിഫു അലന്നാർ, നരകത്തിൻ്റെ മുമ്പിൽ അവർ നിർത്തപ്പെടുന്നതായ രംഗത്തെ കണ്ടിരുന്നെങ്കിൽ, ഫഖാലു, അപ്പോൾ അവർ പറയും, യാ ലൈതന, ഞങ്ങൾക്ക് എത്ര നന്നായേനെ, നുറദ്ദു വലാ നുകദ്ദിബ ബി ആയാതി റബ്ബിന, നുറദ്ദു, എന്ത് ചെയ്തിരുന്നെങ്കിൽ, ഞങ്ങൾ മടക്കപ്പെട്ടിരുന്നെങ്കിൽ, വലാ നുകദ്ദിബ, ഞങ്ങൾ വ്യാജമാക്കാതെ കളവാക്കാതെയൊക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ, എന്തിനെ, ബി ആയാതി റബ്ബിന, ഞങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെയൊക്കെ ഞങ്ങൾ കളവാക്കാതിരുന്നെങ്കിൽ, വനകൂന മിനൽ മുഅ്മിനീൻ, മാത്രമല്ല ഞങ്ങൾ സത്യവിശ്വാസികൾ പെട്ടവരായിരുന്നു, അങ്ങനെയും ചെയ്തിരുന്നു എങ്കിൽ എത്ര നന്നായനെ എന്നാണ്. ലൈത്ത എന്ന പ്രയോഗം അത് തമന്നിയാണ്. അതായത് ആ പ്രയോഗത്തിൻ്റെ ആശയം, നമുക്കൊരു കാര്യം അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ ആ കാര്യം ചെയ്യാൻ ഇനി അവസരമില്ല, അത്തരം സാഹചര്യങ്ങളിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ലൈത്ത എന്നുള്ളത്. പരലോകത്ത് എത്തി എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് മെച്ചമായിരുന്നു എന്ന് ആളുകൾ ചിന്തിച്ച് പോകുന്നതിനെ പറ്റിയിട്ടാണ് ഈ ആയത്ത് പ്രതിപാദിക്കുന്നത്. 28-ാമത്തെ ആയത്തിലേക്ക് വരാം. ബൽ ബദാ ലഹും മാ കാനൂ യഖ്ഫൂന മിൻ ഖബൽ വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. ബൽ ബദാ, എന്നാലും എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തായിട്ടുണ്ട്, വെളിവായിട്ടുണ്ട്, ലഹും അവർക്ക്, മാക്കാനു യുഖ്ഫൂന, മാക്കാനു യുഖ്ഫൂന, അവർ മറച്ചു വെച്ചുകൊണ്ടിരുന്നത് ഒക്കെ അവർക്ക് ഇപ്പോൾ തുറന്ന് പ്രത്യക്ഷമായി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മിൻ ഖബൽ, എപ്പോൾ മറച്ചു വെച്ചത്, മുമ്പ്, അഥവാ ദുനിയാവ് എന്നുള്ള ഉദ്ദേശം. വലൗ റുദ്ദു, അവർ എന്ത് ചെയ്യാണ്, മടക്കപ്പെട്ടിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവർ വലൗ റുദ്ദു എന്ന് പറയുമ്പോൾ അവർ മടക്കപ്പെട്ടിരുന്നു എങ്കിൽ എന്നർത്ഥം. ലആദു, അങ്ങനെ മടക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും അവർ ആവർത്തിക്കുക തന്നെ ചെയ്യും, അവർ തിരിച്ചു പോകുക തന്നെ ചെയ്യും, മടങ്ങുക തന്നെ ചെയ്യും. ലിമാ, യാതൊന്നിലേക്ക്, നുഹു, അവർ വിരോധിക്കപ്പെട്ടിരുന്നത്, അവർ വിരോധിക്കപ്പെട്ട സംഗതിയിലേക്ക് തന്നെ അവർ വീണ്ടും തിരിച്ചു പോകും. അൻഹു, അതിനെപ്പറ്റി, വഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും അവർ കള്ളം പറയുന്നവരാണ് എന്നർത്ഥം. ദുനിയാവിലേക്ക് വരാൻ അവർക്ക് പിന്നീട് ഒരു അവസരം കിട്ടിയാൽ വീണ്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടിക്രമങ്ങളൊക്കെ തീർത്തും അസഹനീയമായിട്ടുള്ള രൂപത്തിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇഹലോക ജീവിതത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരഭിരമിച്ചു
പടച്ചോനെ മറന്ന് അങ്ങനെ മുന്നോട്ട് പോയി നരകത്തിലെത്തുന്ന സമയത്ത് അവർക്ക് നരകത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നരകത്തെ കൊണ്ടുവരപ്പെടുന്നതായിട്ടുള്ള ആ സമയത്തൊക്കെ അവർക്കുണ്ടാകുന്നൊരു വെപ്രാളുണ്ട്. എന്നാലും അവർ ആ സമയത്തും അവർക്കൊരു വിടുതൽ നൽകിയാൽ ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. അവർ മുമ്പ് മറച്ചു വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് വെളിവായിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ മടക്കപ്പെട്ട് കഴിഞ്ഞാലും എന്തിനെക്കുറിച്ചൊക്കെ അവരോട് വിരോധിക്കപ്പെട്ടിട്ടുണ്ടോ അതിലേക്ക് തന്നെയാണ് അവർ മടങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ കള്ളം പറയുന്നവരാണ്. ഇന്നഹും ലകാദിബൂൻ എന്ന് ഖുർആൻ പ്രസ്താവിക്കുകയാണ്. 29-ാമത്തെ ആയത്ത് നോക്കൂ. വഖാലൂ ഇൻ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ വമാ നഹ്നു ബിമബ്ഊസീൻ. വഖാലൂ അവർ പറയും ചെയ്യും, ഇൻ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ, ഇൻ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ, ഇത് അല്ല, ഇൻ ഹിയ ഇതല്ല, ഇല്ല ഹയാത്തുന നമ്മുടെ ജീവിതമല്ലാതെ, അദ്ദുന്യ എന്ത് എവിടുത്തെ ദുനിയാവിലെ ജീവിതമല്ലാതെ മറ്റൊന്നുമല്ല. വമാ നഹ്നു ബിമബ്ഊസീൻ, വമാ നഹ്നു നമ്മളല്ല, ബിമബ്ഊസീൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. അപ്പോൾ അവർ വീണ്ടും അവരുടെ ന്യായവാദങ്ങൾ നോക്കണം നമ്മൾ. വഖാലു ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ വമാ നഹ്നു ബിമബ്ഊസീൻ. അപ്പോൾ പോയിന്റുകൾ ഓരോന്നോരോന്ന് നോക്കുക. ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. അതൊന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മുടെ ദുനിയാവിലെ ജീവിതമല്ലാതെ മറ്റൊന്നല്ല, നമ്മൾ മരണശേഷം എഴുന്നേൽപ്പിക്കപ്പെടുന്ന ആൾക്കാരുമല്ല എന്നൊക്കെ അവർ പറയുമെന്നാണ്. പിന്നെ ഞാൻ അടുത്ത ആയത്ത്, വലൗ തറാ ഇദ് വഖിഫൂ അലാ റബ്ബിഹിം ഖാല അലൈസ ഹാദാ ബിൽ ഹഖ് ഖാലൂ ബലാ വറബ്ബിനാ ഖാല ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. വലൗ തറ നീ കണ്ടിരുന്നെങ്കിൽ, ഇത് വഖിഫു അലാ റബ്ബിഹിം അവരവരുടെ റബ്ബിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന സമയം. വഖിഫു എന്ന് പറഞ്ഞാൽ നിർത്തപ്പെടുന്നു. ഇത് എന്ന് പറയുമ്പോൾ പിന്നെ ആ സന്ദർഭത്തെ പ്രത്യേകം മെൻഷൻ ചെയ്യാണ്. ഇപ്പം നമ്മൾ 27-ാമത്തെ ആയത്തിൽ മനസ്സിലാക്കിയത് അവർ നരകത്തിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുമ്പോഴുള്ളതാണ്. ഈ സന്ദർഭം ഏതാണ്? റബ്ബിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുമ്പോൾ. കാല അപ്പോൾ അവൻ പറയും, അഥവാ അള്ളാഹു പറയും ആ മനുഷ്യന്മാരോട്, അലൈസ ഹാദാ ബിൽ ഹക്ക്, ഇത് സത്യമായിട്ടുള്ള തന്നെ അല്ലേ എന്ന് ചോദിക്കും. അലൈസ പറഞ്ഞാൽ ഇല്ല, അല്ല എന്നൊക്കെ അർത്ഥം. അലൈസ ആകുമ്പോൾ അല്ലേന്നാവും. അലൈസ ഹാദാ ഇതല്ലേ, ബിൽ ഹക്ക് സത്യം കൊണ്ടുള്ളത് ഇതല്ലേ ശരിക്കും യാഥാർത്ഥ്യം എന്ന് ചോദിക്കുകയാണ്. ഖാലു അപ്പോൾ അവർ പറയും, ബലാ വ റബ്ബിന, ബല അതെ, അല്ലെങ്കിൽ അല്ലാതെ, എന്താണ് സംശയം, റബ്ബിന ഞങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഇതല്ലാതെ വേറെ എന്താണ്, എങ്ങനെയാണ്, ഏതാണ് സത്യം എന്ന് ചോദിക്കുകയാണ് അവർ. ഖാല അപ്പോൾ അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്നറിയാം. അപ്പോൾ പടച്ചറബ് പറയാണ്, ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ ശിക്ഷയെ ആസ്വദിച്ചു കൊള്ളുക, നിങ്ങൾ ശിക്ഷയെ ആസ്വദിച്ചു കൊള്ളുക. എന്തിനാണ് ശിക്ഷയെ ആസ്വദിക്കുന്നത്? അതിൻ്റെ കാരണം പറഞ്ഞു കൊടുത്തു. ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധികളായി ഇരുന്നവരാണല്ലോ, അക്കാരണത്താൽ നിങ്ങൾ ശിക്ഷയെ ആസ്വദിച്ചു കൊള്ളുക എന്നാണ്. പിന്നെയും തീരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകളെ പറ്റി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. 31-ാമത്തെ ആയത്ത് നോക്കൂ. قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا
على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم على ساء ما يزرون. തീർച്ചയായും അള്ളാഹുമായിട്ട് കണ്ടുമുട്ടുന്നതിനെ വ്യാജമാക്കിയ ആളുകളൊക്കെ ഖദ് ഖസിറ നാശമടഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പം അള്ളാഹനെ കണ്ടുമുട്ടുന്നതിനെ കളവാക്കുക എന്ന് പറയുന്നത് നാശത്തിനുള്ള ഹേതുവായിട്ടാണ് ഈ ആയത്തിൽ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹനെ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളുള്ളത്. അള്ളാഹു അവർക്കാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതൊരുപാട് ആയത്തുകളുടെ സാരാംശമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അള്ളാഹനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് പടച്ചോൻ പറയുന്നത് ഖദ് ഖസിറ അല്ലദീന കദ്ദബൂ ബി ആയാത്തില്ല. ഖദ് ഖസിറ നശിച്ചിരിക്കുന്നു, അല്ലദീന ഒരു കൂട്ടം ആളുകൾ, കദ്ദബൂ അവർ കളവാക്കി എന്ന കാരണത്താൽ, ബിലിക്ക ഇല്ല റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ കൊണ്ട്, അഥവാ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ പറ്റിയിട്ട് അവർ വ്യാജമാക്കിയതാണ്. ഹത്താ ഇദാ ജാഅത്തുഹുമുസ് സാഅത്തു, അങ്ങനെ അന്ത്യസമയം അവരിലേക്ക് എത്തുമ്പോൾ, അവർക്ക് എത്തുമ്പോൾ, ബഗ്തത്തൻ പൊടുന്നനെ പെട്ടെന്ന് അവർക്ക് എത്തുന്ന സമയത്ത്, കാലൂ അവർ പറയും, യാ ഹസ്റത്തനാ യാ ഹസ്റത്തനാ, എന്താണ് അവർ പറയാ? ഞങ്ങളുടെ സങ്കടമേ, ഞങ്ങളുടെ പരാജയമേ, നഷ്ടമേ എന്നൊക്കെ പറയും. അലാമാ ഫറത്നാ ഫീഹാ വഹും യഹ്മിലൂന ഔസാറഹും അലാ ദുഹൂരിഹിം. എന്താ പറയണ നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമുള്ള കാര്യമാണ്. അലാമാ ഫറത്നാ ഫീഹ, അതിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇതൊരു സങ്കടമായിട്ട് മാറിയത് എന്നവർ പറയാം. വഹും യഹ്മിലൂന ഔസാറഹും, അവരുടെ പാപങ്ങളെ, അവരാണെങ്കിൽ അവരുടെ പാപങ്ങളെ എന്ത് ചെയ്യാണ്? വഹിക്കുന്നുണ്ടാകും ആ സമയത്ത്. അലാ ദുഹൂരിഹിം, അവരുടെ മുതുകുകൾ കൊണ്ട്, അവരുടെ മുതുകുകളിന്മേൽ അവരുടെ പാപങ്ങൾ വഹിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ഒരു കുറ്റസമ്മതം നടത്തുന്നത്. അലാ അറിയണം, സാ അമാ യസിറൂൻ, അവർ പേറിക്കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ചീത്തയായ കാര്യമാണ്. എത്രയോ ചീത്തയായിട്ടുള്ള, സാ എന്ന് പറഞ്ഞാൽ ചീത്തയായിട്ടുള്ളത്. മാ യസിറൂൻ, യസിറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേറുന്നു. വസറ യസിറു, യസിറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേറുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീഴ്ച വരുത്തി എന്നിവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ ദുനിയാവിലെ ജീവിതത്തിൽ സത്യവിശ്വാസവും സൽക്കർമ്മവും ഒക്കെ അനുഷ്ഠിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നർത്ഥം. അന്ത്യനാളിലൊക്കെ വിശ്വസിക്കാതെ പരലോകത്ത് പടച്ചവനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന കാര്യത്തിലൊക്കെ എന്തായിരുന്നാലും അതിലൊക്കെ അവർ അങ്ങനെ വളരെ മോശപ്പെട്ട സമീപനം സ്വീകരിച്ചു എന്നർത്ഥം. അങ്ങനെയുള്ള രൂപത്തിലാണ് ആ വീഴ്ച എന്ന് പറഞ്ഞത്. ദുനിയാവിൻ്റെ വീഴ്ചയല്ല, ദുനിയാവിൽ നിന്ന് ജീവിക്കുമ്പോൾ പരലോകത്തേക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട ഓർഡറിൽ ഉണ്ടായ വീഴ്ച, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. 32-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഗിബുൻ വലഹു വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഖിലൂൻ. വമൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതമല്ല കേട്ടോ. മാ നഫീൻ്റെ വാചകമാണ് അവിടെ ഉപയോഗിച്ചത്. മൽ ഹയാത്തു ദുനിയ, ദുനിയാവിലെ ജീവിതമല്ല. എന്തല്ലാതെ അല്ല, ഇല്ലാ ലഇബുൻ വലഹുൻ, അത് കളിയല്ലാതെ, വലഹുൻ വിനോദമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പം ദുനിയാവിലെ ജീവിതം കളി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ അർത്ഥാക്കുന്നത്? അത് ഒന്നും എന്താ പറയുക, പ്രത്യേകിച്ച് അവിടെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ നമ്മളൊരു നല്ല കളിയെ നമ്മളെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? നല്ലൊരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ സ്റ്റേഡിയം, അതേപോലെ തന്നെ അതിൽ കാണികൾ ഉണ്ടാകും, അതേപോലെ തന്നെ അതിന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളും അതിർവരമ്പുകളൊക്കെ ഉണ്ടാവും. എന്നപോലെ തന്നെ ദുനിയാവിലെ ജീവിതത്തിന് നമുക്ക് നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള അതിർവരമ്പുകളൊക്കെ ഉണ്ട്, നിയമപരിധികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ആ കളി എന്ന അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ദുനിയാവിലെ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ആരാണ്? ഇത് പിന്നെ വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഒറിജിനൽ കളിയായിട്ട് കാണാത്ത ആൾക്കാരാണ് പരാജയപ്പെടുന്നത്. ഞാനത് ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇല്ലാ ലഗൈബുൻ വലഹുവൻ, കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല.
അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റേണ്ട പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലും നമുക്ക് മോട്ടിവേഷനായിട്ട് മാറും ദുനിയാവിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിന്. അതുകൊണ്ടാണ് പടച്ചോൻ പറയുന്നത് വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. വലദ്ദാറുൽ ആഖിറ പരലോക വീടാണ് അല്ലേ, പരലോക ഭവനമാണ്, ഖൈറുൻ ഉത്തമമായിട്ടുള്ളത്, ലില്ലദീന യത്തഖൂൻ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്. അഫലാ തഅഖിലൂൻ നിങ്ങൾ ബുദ്ധി കൊടുത്ത് അക്കല് കൊടുത്ത് ആലോചിക്കുന്നില്ലേ എന്ന് പടച്ച റബ്ബ് ചോദിക്കുകയാണ്. ഐഹിക ജീവിതം കളിയും വിനോദവുമാണ്, പരലോകമാണ് അങ്ങേയറ്റത്തെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. പക്ഷേ ദുനിയാവിലെ കളി എന്ന് പറഞ്ഞതിനെ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയ മനുഷ്യന് വലദ്ദാറുൽ ആഖിറത്തി ഖൈറുൻ എന്നുള്ള പോയിന്റിലേക്ക് ഊന്നി മുന്നോട്ട് പോകാൻ ഈ ദുനിയാവ് തന്നെ അവൻ ഉപയോഗപ്പെടുത്തും. ദുനിയാവെ ഉപയോഗപ്പെടുത്താനുള്ളൂ നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഐഹിക ജീവിതത്തിൽ ഒന്നും നേടാനില്ല എന്ന അർത്ഥത്തിലല്ല ലഇബും ലഹുവുമാണ് എന്നൊക്കെ പറഞ്ഞത്. മറിച്ച് പരലോകത്ത് വിജയവും മോക്ഷവും ലഭിക്കാനുള്ള മാർഗങ്ങളൊക്കെ സമ്പാദിക്കേണ്ട ഇടമാണ് ഇഹലോകം എന്നതുകൊണ്ടാണ് ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പാരത്രിക ജീവിത യാഥാർത്ഥ്യങ്ങളെ അപേക്ഷിച്ച് ഐഹിക ജീവിതം എന്ന് പറയുന്നത് അത് ഈ അർത്ഥത്തിൽ എന്താ പറയുക, ഒരു അത്രയൊന്നും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതല്ല എന്ന ലെവലിലും നമുക്ക് ആ കളി വിനോദം എന്നുള്ളതിനെ മനസ്സിലാക്കാം. വിശ്വാസികൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ആ ദുനിയാവ് ഒരു കളിയാണ് എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കേണ്ടത് പരലോകത്തേക്ക് വേണ്ടി നന്നായി നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാനുള്ള അത്തരത്തിലുള്ളൊരു അവസ്ഥ ആയിട്ടാണ് പരിഗണിക്കേണ്ടതെന്നർത്ഥം. ഓക്കെ, എനിവേ നമുക്ക് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅലയിലൊക്കെ കാണാൻ വേണ്ടി പറ്റും ബൽ തുസിറൂനൽ ഹയാത്ത് ദുനിയ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ എന്നൊക്കെ ഉള്ളത്. അവർ ദുനിയാവിലെ ജീവിതത്തിന് വലിയ സംഭവമായിട്ട് കാണുന്നു, ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ പരലോകമാണ് ഏറ്റവും ഉത്തമമായതും അവശേഷിക്കുന്നതും എന്നാണ് ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നോക്കും 33-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. ഖദ് നഅലമു നാം അറിയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം. ഇന്നഹു ലയഹ്സുനുക തീർച്ചയായിട്ടും നിനക്ക് ഹുസ്നുണ്ട് എന്നത് ഞാൻ അറിയുന്നുണ്ട്, നാം അറിയുന്നുണ്ട്. നിനക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് അല്ലാഹു ലയഹ്സുനുക നിന്നെ വ്യസനിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം. അല്ലദീ യഖൂലൂൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ട് നിനക്ക് നല്ല വിഷമുണ്ടെന്ന് എനിക്കറിയാം. റസൂലിനോട് അല്ലാഹ് പറയാണ് ഫഇന്നഹും ലാ യുകദ്ദിബൂനക ഫഇന്നഹും തീർച്ചയായിട്ടും അവർ ലാ യുകദ്ദിബൂനക നിന്നെ കളവാക്കുന്നില്ല, വലാകിന്ന പക്ഷേ അദ്ദാലിമീൻ അക്രമികൾ ബി ആയാത്തില്ല അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളെ എന്ത് ചെയ്യുന്നു, യജ്ഹദൂൻ അവർ നിഷേധിക്കുന്നു. നിന്നെയല്ല അവർ കളവാക്കുന്നത്, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെയാണ് യജ്ഹദൂൻ അവർ കളവാക്കുന്നത്, നിഷേധിക്കുന്നത് എന്നർത്ഥം. ഈ ആയത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മാനസികാവസ്ഥ അള്ളാഹു പ്രത്യേകം എടുത്ത് പറയുകയാണ്. നിനക്ക് സങ്കടം വരുന്നത് ഞാൻ അറിയാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ, അവർക്കൊരവസരം കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ അവർ നിന്നെ ഒന്നല്ല കളിയാക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ ഒന്നല്ല അവർ വിഷമിപ്പിക്കുന്നത്, മറിച്ച് അള്ളാഹുവിൻ്റെ ആയത്തുകളോടാണ് അവർ പുച്ഛമനോഭാവം സ്വീകരിക്കുന്നത് എന്നതാണ്. 34-ാമത്തെ ആയത്ത് നോക്കൂ. وَلَقَدْ كُذِّبَتْ رُسُلٌ مِّن قَبْلِكَ فَصَبَرُوا عَلَى مَا كُذِّبُوا وَأُوذُوا حَتَّى أَتَاهُمْ نَصْرُنَا وَلَا مُبَدِّلَ لِكَلِمَاتِ اللَّهِ وَلَقَدْ جَاءَكَ مِن نَّبَإِ الْمُرْسَلِينَ. ഇനി റസൂലിന് ആശ്വാസത്തിൻ്റെ കുളിര് കൊടുക്കുകയാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല. വലക്കത് കുദ്ദിബത്ത് റുസുലും മിൻ ഖബലിക, നിന്റെ മുമ്പ് പല റസൂലുകളും വ്യാജമാക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കുദ്ദിബത്ത് വ്യാജമാക്കപ്പെട്ടിട്ടുണ്ട്, മജ്ഹൂലായിട്ടാണ് അവിടെ പ്രയോഗിച്ചത്. കദ്ദബ എന്ന് പറയുമ്പോൾ മാറൂഫാണ്, കുദ്ദിബ എന്ന് പറയുമ്പോൾ അത് ആ പ്രയോഗം മജ്ഹൂലാണ്. ഇപ്പോൾ കുദ്ദിബത്ത് റുസുലും മിൻ ഖബലിക, നിനക്ക് മുമ്പുള്ള റസൂലുകൾ, റസൂലിൻ്റെ ജംആണ് റുസുൽ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. അവരൊക്കെ വ്യാജമാക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ ഫസ്വബറു അലാ മാ കുദ്ദിബു, അവർ വ്യാജമാക്കപ്പെടുകയും അതേപോലെ തന്നെ ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ക്ഷമ സ്വീകരിച്ചിട്ടുണ്ട്. ഹത്ത അതാഹും നസ്റുന, നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നത് വരെ. അപ്പോൾ അള്ളാഹിൻ്റെ സഹായം കിട്ടുന്നത് വരെ ഒരു ക്ഷമിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വലാ മുബദ്ദില കലിമാത്തില്ല, അള്ളാഹുവിൻ്റെ വാക്കുകൾക്ക് മാറ്റം വരുന്നതേയല്ല. അള്ളാഹുവിൻ്റെ വാക്കുകൾക്ക് മാറ്റം വരുത്തുന്നവരെ അവരുടെ കൂട്ടത്തിലൊന്നും ആരും ഇല്ല. വലാ മുബദ്ദിൽ അലി കലിമ, മുബദ്ദിൽ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുന്നവൻ എന്നാണ് കേട്ടോ അർത്ഥം വരിക. അള്ളാഹിൻ്റെ വാക്കുകൾക്ക് മാറ്റം വരുത്തുന്നവനേ ഇല്ല. വലക്കത് ജാഅക മിൻ നബഇൽ മുർസലീൻ, വലക്കത് ജാഅക മിൻ നബഇൽ മുർസലീൻ, നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലോ, പ്രവാചകരെ വന്നു കിട്ടിയിട്ടുണ്ടല്ലോ, മുർസലുകളുടെ നബ ഒക്കെ വന്നു കിട്ടിയിട്ടുണ്ടല്ലോ, വൃത്താന്തം, അവരുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ഖുറൈശികളൊക്കെ സത്യവിശ്വാസം സ്വീകരിക്കാത്ത കാര്യത്തിൽ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും മനോവിഷമം നേരിട്ട് അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹു നബിയെ സമാധാനിപ്പിക്കുകയാണ്. അതിൻ്റെ കുറേ കാരണങ്ങളും എന്ത് ചെയ്യാണ്? വിശദീകരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ കഹ്ഫിലെ 6-ാമത്തെ വചനത്തിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ 35-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിലും 26-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിലൊക്കെ നമുക്കത് കാണാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആ സത്യനിഷേധികളുടെ നിഷേധങ്ങളും കുതർക്കങ്ങളും ഒക്കെ പടച്ചോൻ അറിയുന്നുണ്ട്. കത് നഅലമു, നാം അറിയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പടച്ചോൻ അറിയുന്നില്ല എന്ന് വിചാരിക്കേണ്ട. അവർ നിഷേധിക്കുന്നത് വ്യാജമാക്കുന്നതൊന്നും മുഹമ്മദ് നബിയെ അല്ല, മറിച്ച് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ്, അള്ളാഹിൻ്റെ വചനങ്ങളെയാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ളൊരു വിമർശനമല്ല, അത് സന്ദേശങ്ങളുമായിട്ടുള്ളൊരു സംഘടനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വിരോധമുള്ളത് ഈ വിശുദ്ധ ഖുർആനിനെയാണ്. ഇത് ആദ്യത്തെ അനുഭവമല്ല, പ്രവാചകന്മാർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രമേണ അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം വിജയം വന്നു കിട്ടിയിട്ടുണ്ട്. അവസാനം റസൂലുകൾക്കായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഈ നിലപാടിൻ്റെ പക്ഷക്കാർക്കായിരിക്കും കേട്ടോ വിജയം ഉണ്ടാവുക എന്ന് പടച്ചോൻ കട്ടൻട്രിയായിട്ട് പറയാം. അതുകൊണ്ട് അവരെപ്പോലെ താങ്കളും ക്ഷമ കൈക്കൊള്ളണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ. മുർസലുകളുടെ കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെ ഞാൻ അങ്ങേക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് പടച്ചവൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്കെ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജഹൽ പറഞ്ഞതായിട്ട് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം, അലി റളിയല്ലാഹു അൻഹു ഒരു പ്രസ്താവമായിട്ട് വരുന്നത്, ഞങ്ങൾ ഒരിക്കലും നിന്നെ വ്യാജമാക്കുന്നില്ല. അബൂജഹൽ പറഞ്ഞതായിട്ട് പറയാം. എന്നാലും നീ കൊണ്ടുവന്നതിനെ ഞങ്ങൾ വ്യാജമാക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അവർ ഡയറക്റ്റ് നടത്തിയത് തന്നെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിലക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രബോധന മേഖലയിൽ നേരിടുന്ന പ്രയാസങ്ങളെ അത് ജീവിതത്തിൽ വലിയ പ്രയാസമായിട്ട് കണ്ട് മാറി നിൽക്കാനുള്ള അവസരം ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക. മറിച്ച് കൂടുതൽ ക്ഷമ അവലംബിച്ച് കൂടുതൽ ആളുകൾ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകാം. അതിനപ്പുറത്ത് അവർ വന്നിട്ടില്ലെങ്കിലും ക്ഷമയോടുകൂടി ഇവിടെ ഉറച്ചു നിൽക്കുകയും അള്ളാഹിൻ്റെ സഹായത്തിന് വേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യണം എന്നൊക്കെയുള്ള ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ 27 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.